വേറൊരു പ്രോജക്റ്റിൻ്റെ ആളാണ്. രണ്ട് കൊട്ടേഷൻ കൊടുക്കുമോ ചേട്ടാ? തുടങ്ങി സന്തോഷ് കേൾക്കോ പ്രോജക്റ്റിൻ്റെ വേറെ ഒരു പ്രോജക്റ്റ്. സാർ ഇങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞോ? സാറേ ഇങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞോളൂ. കയറിയെന്ന് പറഞ്ഞോ? ഇങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞോ? അത് ടിൽറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ പറഞ്ഞു സാർ പറഞ്ഞു. ഓക്കെ അതെ ഞാനൊന്ന് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീജിത്ത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിലുള്ള സയൻസ് പാർക്കിൻ്റെ ഡയറക്ടറാണ്. എൻ്റെ കൂടെ ഉള്ളത് മോഹൻദാസ് മാഷ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനാണ്. ഞങ്ങളാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ സ്ഥാപനം എന്താണെന്നൊന്ന് പറയണം. കാരണം ഇന്നിപ്പോൾ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാളെടുത്തോളം എല്ലാവരും വിളിച്ചപ്പാടെന്നുള്ളൊരു സവിശേഷത ഉണ്ട്. ആർക്കും എന്തോ ആവാന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങളുടെ സ്ഥാപനം എന്താണെന്നും ഞങ്ങളുടെ പ്രവർത്തന മേഖല എന്താണെന്നും ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സെൻറ്റർ സയൻസ് പാർക്ക്. ഇത് കുറച്ച് നാൾ മുമ്പ് കൊടുങ്ങല്ലൂർ കുറച്ച് നാൾ മുമ്പ് ഒരു NGO ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മേൽമോണ്ട് തന്നെയാണ് കഴിഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനുള്ള ഫണ്ട് അനുവദിക്കുക. ഇത് നഗരസഭയുടെ പൂർണ്ണമായിട്ടൊരു ഗവൺമെൻറ് സ്ഥാപനമായിട്ട് ഇതിനെ കൺവെർട്ട് ചെയ്യുകയും ചെയ്തു. കാരണം ഒരു 20 കൊല്ലത്തിനിടയിൽ സയൻസായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത്രയും പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങളുടെ ഒന്ന് ആ സ്ഥാപനത്തെ കുറിച്ചൊന്ന് പറയുകയാണ്.
ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനാ തുറകളിലുള്ള ചെറിയ കുട്ടികൾ മുതൽ, അതായത് ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെയുള്ള സയൻസും ടെക്നോളജിയുമായിട്ടുള്ള ബന്ധപ്പെട്ട സേവനങ്ങൾ ചെയ്യാനുള്ളത്. അതായത് ഒരു കുട്ടീനെ ഒരു സയൻറ്റിസ്റ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികൾ അവിടെ വന്ന കുട്ടികളല്ല, പണ്ട് വന്നിരുന്ന കുട്ടികളല്ല ഇപ്പോൾ വളരെ ക്രെഡിബിലിറ്റി ഉള്ള സയൻറ്റിസ്റ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർക്കും കോളേജ് സ്റ്റുഡൻസ്, PhD സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ റിസർച്ച് ചെയ്യാൻ വന്ന കുട്ടികളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ടെക്നോളജി തന്നെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഞാനവിടെ 5 കൊല്ലം ഉണ്ടായിരുന്നു. എൻ്റെ തുടക്കം അവിടെ നിന്നാണ്. അങ്ങനത്തെ ഒരു സെൻറ്ററും കൂടിയാണ്. പക്ഷെ അതിലൊന്നും നിൽക്കുന്നില്ല. അവിടെ കുട്ടികളെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ 2 ലെറ്റേഴ്സ്, ഇത് ഒന്ന് കുസാറ്റിൽ നിന്നുള്ള ലെറ്ററാണ്. രണ്ടാമത് അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ലെറ്ററാണ്. ഈ ലെറ്റർ രണ്ടും അതിപ്പോൾ അതിൻ്റെ കോപ്പി എന്തെങ്കിലുണ്ട്. ഇത് അവിടുത്തെ സ്റ്റുഡൻസിന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന സെയിം പ്രോജക്റ്റിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്ന ലെറ്ററാണ്. അതായത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളത് കൊണ്ടുവന്നത്. കുസാറ്റ് പോലുള്ള വലിയ സ്ഥാപനത്തിലും കുട്ടികളും ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് സയൻസ് പാർക്കിലേക്കാണ്. പലതരത്തിലുള്ള സേവനങ്ങൾ, അതായത് ഈ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള സയൻസ് പാർക്കിന്റെ ഞാനും ഡയറക്ടർ. എൻ്റെ ക്വാളിഫിക്കേഷൻ MSc ആണ്. MSc ഫിസിക്സ് അല്ല, MSc സുവോളജിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് കെമിസ്ട്രിയിലാണ്. ഇപ്പോഴും കോളേജുകളിലൊക്കെ ഞങ്ങൾ അലോട്ട് ചെയ്യുന്ന കോഴ്സുകൾ ഇപ്പോൾ ഇവിടെ തന്നെ സെൻറ്റ് മേരീസ്, അതുപോലെ തന്നെ ക്രൈസ്റ്റ്, സെൻറ്റ് ജോസഫ്, അതുപോലെ തന്നെ കുഞ്ഞിക്കുട്ട കോളേജ്, അവിടെ എല്ലാം ഞങ്ങൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എറണാകുളം സെൻറ്റ് രാസസ്, സെൻറ്റ് ആൽബർട്ട്സ്, SH, അവിടെ എല്ലാം ഞങ്ങൾ MOU വെച്ചുകൊണ്ട് അവർക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വർക്കുകൾ, അതായത് കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിപ്രോപ്പൈൻ, പോളിയെത്തിലിൻ, അതുപോലെ തന്നെ PVC, പോളിസ്റ്റൈറിൻ, പോളി അക്രിലിക്, അങ്ങനെ പലതരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. ഇപ്പോഴും നമ്മൾ ചെയ്യാത്ത റിസർച്ചുകൾ ബാക്കിയുണ്ട് കുറച്ചും കൂടി. അതായത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പോളിപ്രോപ്പൈൻ, പോളിയെത്തിലിൻ, PVC, അതുപോലെ തന്നെ പോളിസ്റ്റൈറിൻ പോലുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ പുതിയ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു പ്ലാസ്റ്റിക്കാണ് അക്രിലേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക്. അപ്പോൾ ഒരു പുതിയതായിട്ട് സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന പോളി അക്രിലിക്കിലായിരിക്കും. അപ്പോൾ ഇനിയും ഒരുപാട് റിസർച്ച് സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ പറയുന്ന മേഖല. അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിലെ കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന വിജ്ഞാൻ സാഗർ. ആ വിജ്ഞാൻ സാഗർക്കുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഡിസൈൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, ഞങ്ങൾ തന്നെയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണെന്ന് മാത്രം. ഞാൻ അവിടുത്തെ 5 കൊല്ലം ടെക്നിക്കൽ ഓഫീസറായിട്ടും പിന്നെ അതിന്റെ ഡയറക്ടറായിട്ടും 3 കൊല്ലം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു. വീണ്ടും പഴയ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു പോയതാണ്, സയൻസ് പാർക്കിലേക്ക് തിരിച്ചു പോയതാണ്. ഇത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സയൻസ് മ്യൂസിയം, അതും ചെയ്ത ഞങ്ങൾ തന്നെയാണ്. വിജ്ഞാൻ സാറ് നിർമ്മിത കീഴിലാണ് ആ വർക്ക് പൂർത്തിയാക്കിയത്. അതിൻ്റെ ലെറ്ററാണ്. ഞങ്ങളൊരു സയൻസ് മ്യൂസിയം ഇല്ല, അത് കഴിഞ്ഞ ഫ്ലഡിൽ അത് മുങ്ങിപ്പോയി. അത് കേരളത്തിൽ ഏകദേശം ഒരു 2 ലക്ഷം കുട്ടികൾക്ക് ഇടയിലേക്ക് സയൻസ് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യാനായിട്ട് ഒരു സയൻസ് മ്യൂസിയം സ്റ്റേറ്റ് ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി ചെയ്തൊരു വലിയ പ്രൊജക്റ്റായിരുന്നു. തൃശ്ശൂരൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ ടൗണിലൊക്കെ വന്നിട്ടുണ്ട്.
കെ.സി. ജോസഫാണെങ്കിൽ കാണിച്ചില്ല. ഞങ്ങളിത് ഞങ്ങൾ ആരാണെന്നൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. കാരണം ഒരു ക്രെഡിബിലിറ്റി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമാണ്. നമുക്ക് നിലവില് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഒന്ന് പെറ്റ് അതായത് പോളിസ്റ്ററൈൻ ബോട്ടിൽസ്, നമ്മുടെ പെറ്റ് ബോട്ടിൽ ഉണ്ടല്ലോ. ഈ പെറ്റ് ബോട്ടിൽ നമ്മൾ പൈറോളിസ് ചെയ്യാനായിട്ട് യോഗ്യമായ പ്ലാസ്റ്റിക് അല്ല. കാരണം അതിനകത്ത് പോളിടെറഫ്താലേറ്റ്, ഈ താലേറ്റ് ഹൈലി പോയിസണസ് ആണ്. ഒരു തവണ മാത്രമേ അതിൽ വെള്ളം കുടിക്കാൻ പോലും പാടുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് മങ്ങാൻ തുടങ്ങും. ആ താലേറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യും. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് പോലുള്ള വലിയ മാരകമായ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇത് പൈറോളിസ് പ്രക്രിയ ചെയ്യുമ്പോഴും ഈ ഗ്യാസ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ വർക്ക് ഒരിക്കലും പെട്രോൾ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അത് ഈ സ്പോർട്സ് താരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഉണ്ടാക്കാനൊക്കെ വേണ്ടി അത് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വലിയ പ്രശ്നമല്ല. കാരണം ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ റോഡിൽ കിടക്കില്ല, നമുക്കറിയാമല്ലോ. അത് കുറച്ച് സമയത്തിനുള്ളിൽ അത് ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ കൊണ്ടുപോയിക്കോളും. അതൊരു ഒരു ബാധ്യതയല്ല. ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ ഒരു 40% പോളിയെത്തിലീൻ, മിനിമയുടെ കവർ ഉൾപ്പെടെയുള്ളത് പോളിയെത്തിലീനാണ്. അതുപോലെ തന്നെ PVC, പോളിവിനൈൽ ക്ലോറൈഡ്. PVC ഒരു അനുയോജ്യമായ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അതിനകത്ത് ഫില്ലേഴ്സിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അതായത് അതിനകത്ത് പ്ലാസ്റ്റിക് ആയിട്ട് കേവലം ഒരു 50%, 40% ഒക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവനും അതിൽ സിലിക്ക പോലുള്ള ഫില്ലേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ പൈറോളിസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് വരും. അതുകൊണ്ട് അതും ഈ പ്രോസസ്സ് നമ്മൾ ഒഴിവാക്കാനാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ലോ ഡെൻസിറ്റി പോളിയെത്തിലും PP, ഏറ്റവും കൂടുതൽ പെട്രോളിന്റെ അംശമുള്ളത് പോളിപ്രൊപ്പലിനാണ്, പോളിപ്രൊപ്പലിൻ. പിന്നെ മറ്റു പ്ലാസ്റ്റിക്കുകളൊക്കെ. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ഒന്ന് പോളിയെത്തിലിൻ, പിന്നെ പോളിപ്രൊപ്പലിൻ, പിന്നെ പോളിസ്റ്റൈറിൻ, ഈ തെർമോക്കോള് മുതലായിട്ടുള്ള അങ്ങനെയുള്ള ഈ എല്ലാ പ്ലാസ്റ്റിക്കുകളും, ഈ പറയുന്ന 3 പ്ലാസ്റ്റിക്കുകളാണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ നിത്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കസേരയൊക്കെ പോളിയെത്തിലിനാണ്, വാട്ടർ ടാങ്ക് കസേര പോളിപ്രൊപ്പലിനാണ്, വാട്ടർ ടാങ്ക് പോളിയെത്തിലിനാണ്. അതുപോലെ തന്നെ കവറുകൾ, ഏറ്റവും കൂടുതൽ കവറുകൾ വരുന്നത് ഫുഡ് പാക്ക് ചെയ്യാൻ വരുന്ന ഏറ്റവും കൂടുതൽ കവറുകൾ വരുന്ന എല്ലാം പോളിപ്രൊപ്പലിനാണ്, PP ആണ്. അപ്പോൾ മെജോറിറ്റി പ്ലാസ്റ്റിക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓയിലായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. ഇത് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പെട്രോളിന്റെ സ്ട്രക്ചർ, കെമിക്കൽ സ്ട്രക്ചർ. അപ്പൊ അതിനകത്ത് 8 കാർബൺ ആറ്റവും അതിന് ചുറ്റിക്കൊണ്ട് 18 ഹൈഡ്രജൻ ആറ്റവും. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോളിയെത്തിലിൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിന്റെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാർബൺ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തത് പോളിപ്രൊപ്പലിൻ, ആ പോളിപ്രൊപ്പലിന്റെ സ്ട്രക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. നെക്സ്റ്റ് പോളിസ്റ്റൈറിൻ, തെർമോകോൾ. ഇതിൻ്റെ അകത്ത് ടാറിന്റെ അംശം കുറച്ച് കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഈ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏകദേശം ഒരു 30% ടാറായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഉപയോഗിക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഒരു പ്രക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേസ്റ്റ് പ്ലാസ്റ്റിക്കിനെ ആദ്യം നമ്മൾ ഒന്നല്ലെങ്കിൽ അതിന് ചെറിയ കസേര പോലുള്ള സാധനമൊക്കെ നമുക്ക് പൊടിക്കേണ്ടതായിട്ട് വരും. കവർ പോലുള്ള സാധനമാണ് ബെയിൽ ചെയ്ത് വേണ്ടി വരും. അതിനെ പ്രസ് ചെയ്തിട്ട് ഒരു നമുക്ക് അനുയോജ്യമായ രീതിയിൽ മെഷീനിൽ കടത്തി വിടാനായിട്ട് ബെയിൽ ചെയ്തിട്ട് ഒരു ക്യാപ്സൂൾ പരുവത്തിലാക്കി വരും. ഇതിന് നമ്മൾ പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പൈറോളിസിസ് ആണ്. പൈറോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. പെട്രോളിയം വേസ്റ്റ് പ്രോഡക്റ്റ് അല്ല, പെട്രോളിയം പ്രോഡക്റ്റ് ആണ് ശരിക്കും, ബൈ പ്രോഡക്റ്റ് അല്ല, പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. അതായത് ഈ ക്രൂഡ് ഓയിലിനെ അതിൽ നിന്ന് ആവശ്യപ്പെടുന്ന സാധനങ്ങൾ അതിനെ പോളിമറൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ അതിന്റെ വലിയ ചെയിനായിട്ട് അതിനെ മാറ്റി വെക്കുന്ന ഒരു പ്രക്രിയ പോളിമറൈസേഷൻ ആണ്. അതിന്റെ റിവേഴ്സ് പ്രോസസ്സാണ് പൈറോളിസിസ്. അതായത് ചൂടാക്കി ഈ സാധനത്തിനെ വിഘടിപ്പിക്കുക, വലിയ ചെയിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. അപ്പോൾ ഓരോ പ്ലാസ്റ്റിക്കിനും അതിന് അനുയോജ്യമായ കാറ്റലിസ്റ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്. ഇപ്പോൾ പോളിപ്രൊപ്പലിൻ പൈറോളിസ് ചെയ്യുന്ന പോലെയല്ല പോളിയെത്തിലിൻ പൈറോളിസ് ചെയ്യും. എല്ലാത്തിനും അതിന്റെ അനുയോജ്യമായിട്ടുള്ള അതിന്റെ സ്ട്രക്ചർ കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന കാറ്റലിസ്റ്റ്, അത്
അതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ളത്. അതിന് അനുയോജ്യമായിട്ടുള്ള കാറ്റലിസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വേസ്റ്റ് പ്ലാസ്റ്റിക് എടുക്കുന്നു, നമ്മളത് ഗ്രൈൻഡ് ചെയ്യുന്നു, അതിനെ പൈറോളിസ് ചെയ്യുന്നു, അതിനുശേഷം അത് പൈറോളിസ് ചെയ്ത് മെൽറ്റ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്ത് അതിനെ ഓയിലാക്കി മാറ്റുന്നു. ഫസ്റ്റ് ഈ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നത് ക്രൂഡ് ഓയിൽ പോലത്തെ ഓയിലായിരിക്കും. അതിനുശേഷം വീണ്ടും അതിനെ ഒന്നും കൂടി പ്രോസസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത് പെട്രോൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. ഇത് കുർജിസ്ഥാൻ എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഞാൻ ഈ കണ്ടുപിടുത്തം നടത്തിയതിനു ശേഷം 2016 ആദ്യമായിട്ട് ഈ ടെക്നോളജി മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്. പക്ഷെ എന്നെ ആദ്യം അന്വേഷിച്ചു വന്നത് നമ്മുടെ ഇന്ത്യയിലെ ആരുമല്ല, വിദേശത്തുള്ള ഒരു ആർമിയാണ് എന്നെ അന്വേഷിച്ചു വന്നത്. അത് ഇറാഖിൽ നിന്ന് കുർദിസ്ഥാനിൽ. ഇന്റർനാഷണൽ അസോസിയേറ്റഡ് പ്രസ് ഇന്റർനാഷണൽ ചാനലാണ്. അവരൊരു ഇന്റർവ്യൂ എന്റെ അടുത്തുണ്ട്. ഇന്റർവ്യൂ ഉണ്ട് ഇതിന്റെ അകത്ത്. ഇത് കണ്ടിട്ടാണ് അന്വേഷണം. പെട്രോൾ പെട്രോളാണ്, നമ്മുടെ പെട്രോളാണ്. സാധാരണ പെട്രോളിന് ഇത്തിരി ചോപ്പ് കൂടുതലായിരിക്കും, പക്ഷെ ഇതൊരു യെല്ലോയിഷ് ആണ്. അതായത് കാർബണിന്റെ അളവ് കുറവാണ്. ഞാൻ ഡീറ്റെയിൽ ചെയ്യാം. ഇത് നമ്മൾ ഈ പ്രസന്റേഷന് ശേഷം ഇതിന്റെ ഒരു നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രോട്ടോകോൾ അതൊക്കെ ഞാൻ തന്നെ ചെയ്യും. ആ പ്രോട്ടോകോൾ കാണിച്ച് ആരൊക്കെയാണ് അതിന്റെ കീ പേഴ്സൺസ് അവരെ ആ പ്രോട്ടോകോൾ കാണിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം അവര് എല്ലാവരും അത് കണ്ട് പഠിച്ചതിന് ശേഷം തന്നെ അത് മുന്നോട്ട് ചെയ്യുള്ളൂ. അത് ശരിക്കും ഇത് റെഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ഈ പൈറോളിസ് എന്ന് പറഞ്ഞ റെഡ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ ഈ റെഡ് കാറ്റഗറിയിൽ വരുന്നത് പ്ലാന്റ് ടു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു വീട് തൊട്ടടുത്ത വീട്ടിലേക്ക് 100 മീറ്റർ ഡിസ്റ്റൻസ് വേണം. 100 മീറ്റർ ഡിസ്റ്റൻസ് മതി, അത്ര മതി. ഇത് ഞങ്ങളുടെ ലാബ് വർക്കാണ്. എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കി എടുത്തതെന്നുള്ളതിന്റെ ആദ്യത്തെ ഒരു ലാബ് വർക്കാണ്. ലാബിലുള്ളതല്ല. ഞാനിപ്പോ അന്ന് അതായത് 2016 ഉണ്ടാക്കിയപ്പോ 2 സ്റ്റേജ് ആയിട്ടാണ് അന്ന് പെട്രോൾ ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പോ നമ്മുടെ വർക്കും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലോ. കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഔട്ട്പുട്ട് പെട്രോളാണ്. അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. നമ്മുടെ ക്വാണ്ടിറ്റി നമ്മുടെ പ്ലാന്റിന്റെ വലിപ്പമൊക്കെ അനുസരിച്ചാണ്. ഒരു ദിവസം നമ്മളിപ്പോ ഇവിടെ വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് 1 ടണ്ണാണ് ഒരു ദിവസം. അതായത് 1000 ലിറ്റർ 1000 കിലോ. അതില് പെട്രോളായിട്ട് നമുക്ക് കിട്ടുക 600 ലിറ്റർ ആണ്. 600 ലിറ്റർ. ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ കുർദിസ്ഥാനിൽ പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് അവർ പെട്രോൾ ടെസ്റ്റ് ചെയ്യണം. കുർദിസ്ഥാനിൽ പ്ലാന്റ് 2018-19 ഇപ്പോഴും റണ്ണിങ് ആണ്. ഇന്ത്യയിലില്ല, ഇന്ത്യയിൽ ആയിട്ടില്ല. കോർപ്പറേഷൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പെട്രോളിന്റെ അകത്ത് ഉള്ള
ലെഡിന്റെയും സൾഫറിന്റെയും അംശം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. സൾഫറാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊല്യൂഷൻ. അത് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള അനുവദിച്ചിട്ടുള്ള ഈ 50 ppm വരും. ഡീസലിലൊക്കെ അത്രയൊക്കെ വരും. നമ്മുടെ 0.5 ppm ആണ്. അതായത് ട്രേസ് എമൗണ്ട് ഓഫ് സൾഫറാണ് ഇതിനകത്തുള്ളൂ. അതായത് ഇത്രയും പ്യൂറായിട്ട് പെട്രോള് നമുക്കൊരിക്കലും എന്താണ് നമ്മുടെ പെട്രോളിയം കോർപ്പറേഷന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുകൂടാതെ ഒരു പെട്രോളിന്റെ അതിന്റെ ഇന്ധനക്ഷമത പറയുന്നത് അതിന്റെ ഒക്ടേൻ നമ്പർ ഫസ്റ്റ് കാണിച്ചില്ലേ. ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര പെട്രോളിന്റെ ആറ്റം തന്മാത്ര ഉണ്ട് ആദ്യം തന്നെ നമ്മൾ കാണിച്ചു. കാർബൺ ആറ്റം അതിന്റെ എണ്ണം സാധാരണ നോർമലി 90 ആണ് നോർമൽ പെട്രോളിൽ വരുന്നത്. പക്ഷെ നമ്മുടെ 96 മുതൽ 106 വരെ കൂടുതലാണ്. ഞങ്ങളുടെ കൂടും മൈലേജ് കൂടും. ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 2 വീലർ ഉപയോഗിച്ചിട്ട് ഈ പരീക്ഷണം ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു 60 കിലോമീറ്റർ കിട്ടുന്ന എന്റെ ബൈക്കിന് ഒരു 70 എത്തിക്കാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ല. ആ വണ്ടി ഇപ്പോഴും ഞാൻ ആ വണ്ടി യൂസ് ചെയ്യുന്നത്. എന്റെ 2 വീലർ ആ എക്സ്പെരിമെന്റ് വിധേയമാക്കി അതേ 2 വീലർ ഞാൻ ഇന്ന് മാസം വീട്ടിൽ കൊണ്ടുപോയില്ല. അതിന് അത് കുഴപ്പമില്ല. ഇത് ഇത് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോ നമ്മുടെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് അത് കൊടുക്കുന്നുണ്ടല്ലോ, അതിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ അനുവദിച്ചിട്ടുള്ള പൈസ ക്ലീൻ കേരള കമ്പനി നമ്മളിപ്പോ കൊടുക്കുന്നത്. അതായത് ആ റേറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ്, ആ റേറ്റ് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്ലാന്റ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ എത്ര പൈസ വരും, എത്ര അതിന്റെ റോ മെറ്റീരിയൽ പൈസ വരും എന്നുള്ള കണക്കാക്കിയിട്ടുള്ളൂ. കാരണം ഒരു നമുക്ക് വേണമെങ്കിൽ 0 ഇൻപുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അതിന് പൈസ കണക്കാക്കിയിട്ട് തന്നെ ഇതിന്റെ ഒരു സാമ്പത്തിക വിശകലനം നടത്തിയിട്ടുള്ളൂ. അപ്പൊ അതില് 16 രൂപയാണ് 1 കിലോ പോളിപ്രോപ്പലിൻ പ്ലാസ്റ്റിക്കിന്റെ വില. 16 രൂപ. പോളിപ്രോപ്പലിൻ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ നമ്മുടെ മിച്ചറിന്റെ കവർ, 16 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 1000 കിലോത്തിന് 16,000 രൂപയാണ് നമുക്ക് കോസ്റ്റ് വരിക. ഒരു ദിവസം നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് 1 ടൺ വേണം. അതിന് നമുക്ക് കോസ്റ്റ് വരുന്നത് 16,000 രൂപയാണ്. നമുക്കിത് പ്രോസസ് ചെയ്യാനുള്ള ഇന്ധന ചെലവ്, ഇതിന് പ്രോസസ്സിന് ഇന്ധന ചെലവുണ്ട്. ആ ഇന്ധന ചെലവ് ഡീസലോ കാര്യങ്ങളോ ഒന്നുമല്ല. അതാണ് ഈ പ്രോജക്റ്റിന്റെ മറ്റൊരു രഹസ്യം. അതിനുവേണ്ടി നമുക്ക് വരുന്നത് 5,000 രൂപയാണ്. ലേബർ ചാർജ് ആയിട്ട് നമുക്ക് വരുന്നത് 5,000 രൂപയാണ്. വൈദ്യുതി ഇനത്തിൽ നമുക്ക് ചെലവ് വരുന്നത്, വൈദ്യുതി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ലൈറ്റ്, അവിടുത്തെ ഫാൻ കാര്യങ്ങൾ, കുറച്ച് ബ്ലോവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അതിനൊരു 100 രൂപ. പിന്നെ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു 1000 രൂപ. മൊത്തം നമുക്ക് ചെലവ് വരുന്നത് 1000 ലിറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെലവ് വരുന്നത് 1000 ലിറ്റർ ഫർണസ് ഓയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ പറഞ്ഞപ്പോൾ ഫർണസ് ഓയിലാണ്. അതെന്താണ് ഫർണസ് ഓയിലും പെട്രോളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അതിന് നമുക്ക് ചെലവ് വരുന്നത് 27,100 രൂപയാണ്. ഇനി നമുക്ക് 1000 ലിറ്റർ ഫർണസ് ഓയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 1000 ലിറ്റർ ഫർണസ് ഓയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 80,000 രൂപയാണ് വിലയിട്ട് കിട്ടുക. കാരണം ഇപ്പോൾ 80,000 രൂപയും 6 രൂപ GST ആണ് ഫർണസ് ഓയിലിന്റെ വില. നിലവിലുള്ള ഫർണസ് ഓയിലിന്റെ വില 80 രൂപ പ്ലസ് 6% GST. നമ്മുടെ പ്രതിമാസ ചെലവ് കഴിച്ച് ബാക്കി നമുക്ക് മിച്ചം വരുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തെ ലാഭം 15,8,700 രൂപ. ഒരു മാസത്തെ പ്ലാന്റിന്റെ ലാഭം 1 ടണ്ണില്ല. 1 ടൺ എല്ലാ ചെലവും കഴിച്ചിട്ടുള്ള ലാഭം. 4 വർഷം കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണം മുഴുവനായിട്ടും തിരിച്ചു കിട്ടും. നമുക്ക് അത്ര 3 പേര് വരുന്നുള്ളൂ. ഒരു മെയിനായിട്ട് ഒരു പ്ലാന്റ് ഓപ്പറേറ്റർ, പിന്നെ ഇതിന്റെ കാര്യങ്ങൾ ലോഡ് ചെയ്യാനായിട്ട് ഒരു
ആള്, പിന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് ഒരാൾ, അങ്ങനെ 3 പേര് മതി. ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ പ്ലാന്റിന്റെ കപ്പാസിറ്റി അനുസരിച്ച് വേരിയേഷൻ വരും. ഒരു നോർമലി നമുക്കൊരു 5-7 ഇടയിൽ റുപ്പീസ് നമുക്കൊരു 1 ടണ്ണിന്റെ ചെയ്യണം. അത്രയും നമുക്ക് വരും. അതെല്ലാം കൂടിയാണ് കേട്ടോ അതിന്റെ ബിൽഡിങ്, അതിനകത്ത് പ്ലാസ്റ്റിക് സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലം, ഇതിന്റെ ഇന്ധനം ശേഖരിക്കാനുള്ള സെറ്റപ്പ്, അതെല്ലാം കൂടി. സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ സ്ഥലത്തിന്റെ കാര്യം ഗവൺമെന്റ് നോംസ് ഉണ്ട്. അതായത് ഇത് റെഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ആ സമയത്ത് ബയോഡീസൽ ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് പറഞ്ഞാൽ ഗ്രീൻ കാറ്റഗറിയാണ്. ഇത് വരുന്നത് റെഡ് കാറ്റഗറി. അപ്പൊ അതുകൊണ്ട് 100 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഈ പ്ലാന്റ് ടു വീടും തമ്മിൽ 100 മീറ്റർ ഡിസ്റ്റൻസ്. പ്ലാന്റിന് ഈ പ്ലാന്റ് മെഷീനറി വെക്കാനായിട്ട് ഒരു 20 സെന്റ് സ്ഥലം മാത്രം മതി. അതിനത്ര മതി. പിന്നെ അത് കൂടാണ്ട് ഫയർ, ഇത് റെഡ് കാറ്റഗറി അതിന്റെ പേരിൽ ഇതിന്റെ ചുറ്റും ഫയർ കാര്യങ്ങളൊക്കെ സ്ഥാപിക്കണം. അപ്പൊ അതിനൊക്കെയാണ് കുറച്ച് സ്പേസ് വരിക. അല്ലല്ല ഒരു വീടുകൾ ചെയ്യാത്ത വീട് എല്ലാം തന്നെ ഡീസൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡീസൽ അല്ല, ഡീസല് ബയോഡീസല് സാറ് നമ്മുടെ തെർമോക്കോൾ ഇല്ലേ, തെർമോക്കോൾ പോലുള്ള സാധനങ്ങളാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്കൊരു 30% താറുണ്ട്. ഇല്ല, വേസ്റ്റ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് നമ്മൾ പൈറോളിസ് ചെയ്യുമല്ലോ. അപ്പം ഇതിനകത്ത് ലിക്വിഡ് ആക്കുന്ന ചെയിനുകളെല്ലാത്തിനെയും നമ്മൾ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആക്കിയിട്ട് എടുക്കുകയാണ്. ആ സമയത്ത് ലിക്വിഡ് ആവാത്ത ചെറിയ ചെയിൻ ഉണ്ട്. ഈ ചെയിന് നമ്മളൊരു ബയോഗ്യാസ് ബ്ലേഡർ പോലത്തെ വലിയ ബ്ലേഡറിലേക്ക് പമ്പ് ചെയ്ത് ഇറക്കിയിരുന്നു. ആ സാധനം വീണ്ടും നമ്മൾ ഉപയോഗിക്കും, ഈ ഗ്യാസ് ഉപയോഗിക്കും. ഒരു തരത്തിലുള്ള എമിഷൻ പുറത്തേക്കില്ല, കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. റെഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ടെമ്പറേച്ചർ കൂടി, കാരണം 350 ഡിഗ്രി ടെമ്പറേച്ചർ വേണം ഈ ക്രോസ് എടുക്കാനായിട്ട്. അത്രയും ടെമ്പറേച്ചർ ഉണ്ടാകും. അത് CNG നമുക്ക് തണുപ്പിക്കുകയും ചെയ്യാം, തണുപ്പിച്ച് കംപ്രസ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതായത് ബയോഗ്യാസിനെ തണുപ്പിച്ച് കംപ്രസ് ചെയ്തിട്ട് കുറ്റിയിലാക്കുകയും ചെയ്യാം. ഇത് ചൂടാക്കുകയും ചെയ്യാം. 350 ഡിഗ്രി ടെമ്പറേച്ചർ വേണം ഈ ക്രോസ് എടുക്കാനായിട്ട്. എക്സ്പോഷർ ചാൻസസ് അതുകൊണ്ട് ഇല്ല, 2 കിലോ പ്ലാസ്റ്റിക് എങ്ങനെയാണ് ഇപ്പോൾ വേസ്റ്റ് ഒക്കെ വേസ്റ്റ് വരുന്ന പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വേണോ? അതായത് ഈ മെഷീനിലേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ലോഡ് ചെയ്യാം. പക്ഷെ ഇതിൽ ഒരു വർക്ക് കൾച്ചർ ഉണ്ട് നമ്മുടെ. അതായത് ഈ മെഷീനത്തിന്റെ ലൈഫും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ട, നമ്മുടെ പ്രോഡക്റ്റിന്റെ ഔട്ട്പുട്ട് നന്നായിരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ നീറ്റാക്കി തന്നെ വിടുള്ളൂ. ഇതിൽ പറഞ്ഞിട്ട് പെറ്റ്ബോട്ടിൽസ് ഒന്നും നമുക്ക് ഇത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പൊ ആ കാറ്റഗറിയിലുള്ള പ്ലാസ്റ്റിക് മാത്രമേ ഇത് പ്രയോജനമുള്ളൂ. നമ്മള് PVC പെറ്റ് നമ്മൾ ഒഴിവാക്കണം. ബാക്കി PVC ഇല്ല, PVC ഇഷ്ടം പോലെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് പെറ്റ് ബോട്ടിൽ അല്ലേ, പെറ്റ് ബോട്ടിൽ പൈറോളിസ് ചെയ്യാറില്ല, അതൊന്നും ചെയ്യാറില്ല. നമ്മളെ സംബന്ധിച്ച് കൂടുതലും നമുക്ക് നമ്മൾ കാണുന്നത് നാലുണ്ടാക്കാനായിട്ട് നന്നായിട്ട് പോകുന്ന സാധനമാണ്. അത് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്ന പൈസ അതെ സിമ്പിൾ കാശ് കൊടുക്കുക, സ്ഥലം കൊടുക്കരുത്. മനസ്സിലാക്കാൻ
അതിലേക്ക് വരാം. അതായത് ഈ ഒരു പ്രൊജക്ട് ഞങ്ങൾ ഈ പ്രൊജക്ട് തുടങ്ങിയ സമയത്ത് ഇന്ത്യയിൽ ആരും ഇത്തരത്തിലുള്ള ഗവേഷണം നടത്തിയിട്ടില്ല. ഞാൻ ഇല്ല, പണ്ട് ചെന്നൈയിൽ ഒരാൾ നടത്തിയല്ലോ പച്ചലേന്ന് പെട്രോൾ. അത് പ്ലാസ്റ്റിക് വ്യത്യാസം. അതിന്റെ മൊത്തം പൈസ രാമർ പെട്രോൾ അത് ഈ പൊളിറ്റീഷ്യന്മാരെ മാത്രമല്ല സയന്റിസ്റ്റുകളെ വരെ വഞ്ചിച്ചൊരു പരിപാടിയായിരുന്നു. അത് ജയിലിൽ കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് അത് ഓൾറെഡി പ്രശ്നമാണ്. അവർ ഓൾറെഡി പ്രശ്നമാണ്. നമുക്കിത് കേട്ടിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ്റെ ഉള്ളിൽ വരുന്നതാണ്. കാരണം ഓൾറെഡി ആദ്യമൊക്കെ ഞാൻ കുസാറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പോയിട്ട് വീണ്ടും ഈ പ്രൊജക്ട് ഞാൻ നടത്തിയതിനു ശേഷം വീണ്ടും അവിടെ പോളിമർ കെമിസ്ട്രി പോയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ സഹായം ചെയ്യാനായിട്ട്. അന്ന് അവിടുത്തെ HOD എന്നോട് പറഞ്ഞത് ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ പോളിമർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരനും കൂടിയായിരുന്നു. ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് പൈറോളിസും അതുപോലെ പ്ലാസ്റ്റിക്കിൽ പെട്രോൾ ഉണ്ടാക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് കറക്റ്റായിട്ട് നോംസ് ഉണ്ട്, പൈറോളിസിന് നോംസ് ഉണ്ട്. ഇല്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കാരണം അത് അല്ലല്ല അതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു അത്രയും സേഫ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതിന് ഒരുപാട് എന്താ പറയാ, ഇതിന്റെ ഈ പ്ലാന്റിന്റെ ഒക്കെ ഈ ഇരുമ്പിന്റെ ഭിത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഭിത്തികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റിന്റെ. കേരള ഗവൺമെന്റിന്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്കുകൾ, അതായത് ഇപ്പൊ ഞാൻ ഈ മ്യൂസിയം ചെയ്യുമ്പോൾ സയൻസ് പാർക്കിന് ഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിന് സ്റ്റാർട്ടപ്പാണത്. അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ വരുന്ന സ്റ്റാർട്ടപ്പാണ്. അതിൽ എനിക്കിപ്പോൾ എൻവയൺമെന്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം സർട്ടിഫിക്കറ്റുകൾ എൻ്റെ എൻ്റെ ഈ വർക്കുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് എൻവയൺമെന്റ് കിട്ടും. നമ്മുടെ ഈ പ്രോസസ്സിന് അതൊരു തടസ്സമുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ചെയ്യണമെങ്കിൽ ഇതിനൊരു സാങ്കേതികമായ അപ്രൂവലുകൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നിങ്ങളിപ്പോ അങ്ങനെ അങ്ങ് ഏൽപ്പിക്കാൻ പറ്റില്ല. അതിന് ഈ പേപ്പർ മാത്രം മതി, എൻവയൺമെന്റ് പേപ്പർ മാത്രം മതി. അതില്ലല്ലോ ഇപ്പം. അതിന് കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ റെഡി ആക്കി തരാം. അത് പ്രശ്നമില്ല. എല്ലാ തരത്തിലുള്ള കവറുകളും വീട്ടിൽ പെറ്റ് ബോട്ടിൽ വരും. ഇപ്പൊ ചോദ്യങ്ങൾ കണ്ടില്ല, ഇതാണ് ചോദ്യങ്ങൾ. അത് ഓൾറെഡി ഈ ബോട്ടില് ഇതിനേക്കാൾ 40 രൂപ അല്ല 30 രൂപ ഉണ്ട് ബോട്ടില് 1 കിലോത്തിന് ഇവരെടുക്കുന്നത്. സോർട്ട് ചെയ്യണം. അല്ലല്ല, അതിനകത്ത് അവിടെ ആളുണ്ടോ? ഇല്ല, അത് നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരാളെ വെച്ച് 1-2 ആളെ വെച്ച് വേണമെങ്കിൽ സെഗ്രിഗേഷൻ അല്ലേ പെട്ടെന്നാവും. നമ്മുടെ മിനിമം റിക്വയർമെന്റ് എന്തൊക്കെയാ ചേട്ടാ? സ്ഥലം, മറ്റേ ഏകദേശം അമൗണ്ട്, പിന്നെ നമ്മൾ കോർപ്പറേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഫസ്റ്റ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ
ഈ പ്രോജക്റ്റ് നടന്നാലും നടന്നില്ലെങ്കിൽ പോലും അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ കാണിക്കാന്നുള്ളതാണ്. അത് കാണിച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു സെമിനാറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം ഇതൊരു ചെറിയ പ്രൊജക്റ്റ് അല്ലല്ലോ. ഞാൻ പറയാൻ കാരണം 100% കോൺഫിഡൻസോട് പറയുന്ന ഒരു കാര്യം, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വിജ്ഞാൻ സാറാണ്. ആ വിജ്ഞാൻ സാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എക്യുപ്മെന്റ്സ് അതുണ്ടാക്കി ഞാനാണ്. അപ്പൊ അതുപോലെ തന്നെ ഭാവിയിൽ കോർപ്പറേഷന് അത്തരത്തിലുള്ളൊരു നേട്ടം ഉണ്ടാവും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യുള്ളൂ. ഫസ്റ്റ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഇതിന്റെ പ്രോസസ്സ് നിങ്ങളെ കാണിക്കാന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഒരു സെമിനാർ നടത്തി അതിന്റെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തി മുന്നോട്ട് പോവാം. 20 വർഷം ചാപ്പാ ബോർഡില് എക്സ്പെരിമെന്റില് ഞാൻ പ്രൂവ് ചെയ്താണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ്, കാരണം അത്രക്ക് പോയിസൺസ് ആണ് സാധനം. അവിടുത്തെ ആളുകളുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അത് ഇവിടുന്ന് ഒഴിവാക്കേണ്ടത് ഒരു പ്രശ്നമുണ്ടല്ലോ കോർപ്പറേഷൻ. അതല്ലെങ്കിൽ പുറത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നുള്ളൂ. കാരണം ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളെല്ലാം നമുക്ക് ഈ സാധനം തരും. ബോട്ടിൽസ് ഓൾറെഡി ഈ പറയുന്ന പോലെ റീസൈക്ലിങ്ങിന് പോകുന്നുണ്ട് കുറച്ചധികം കിലോന്. ഈ ബോട്ടില് അതായത് ഇതൊരു സിസ്റ്റം ആവുന്നതിന്റെ ഭാഗമായിട്ടേ ബോട്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പതനാവില്ല. കാരണം ഈ ബോട്ടിൽ ഞങ്ങൾ വിറ്റ് കാശായിക്കോളാം. ഓൾറെഡി പ്രശ്നമില്ല. അത് മാത്രമല്ല, അത് നിങ്ങൾ ബോധിപ്പിച്ചാ പോരെ, ആ പൈസ ഇവിടെ തന്നാ പോരെ, അതൊരു പ്രശ്നമല്ല. അതൊക്കെ നമുക്ക് തോന്നണാണ് അതിനൊരു ഗോഡൗൺ ഉണ്ടാക്കേണ്ടി വരും. അല്ല, അതൊന്നും പ്രശ്നമല്ല. അതൊരു നമുക്കിപ്പോ അത് വളരെ ഡെയിലി എന്ന് പറഞ്ഞൊരു പരിപാടി. അതായത് ഈ സാധനത്തിന് ഒരു മെഷീനിൽ ഇട്ടിട്ട് ഒരു ബുക്ക് പോലെ അല്ലല്ല, ഞങ്ങൾ ചെയ്യാത്ത വെച്ചാൽ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന്റെ അത് ആവശ്യമായി കിടക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ കോർഡിനേറ്ററായിട്ട് അതിന് പെർഫെക്റ്റ് ആയി കൊടുത്തതിന് ശേഷം ആ പണി വിട്ടു പോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് തുടങ്ങി അതിന്റെ എല്ലാം പെർഫെക്റ്റ് ആക്കി ഓക്കെ ആക്കി പോകുന്ന ആളാണ്. അപ്പൊ അവിടെ ചെയ്യുന്നൊരു പരിപാടി ബെയിലിംഗ് ആണ്. ബെയിലിംഗ് ചെയ്തിട്ട് അവർ കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ഇത് അവർക്ക് കിട്ടുന്ന പൈസയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. അങ്ങനെ കൊടുക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പൈസ കാണിച്ചു തന്നത്. കുപ്പിയുടെ വില 20 രൂപ കിട്ടുന്നുണ്ട്. അത് അവര് നൂലാക്കി എടുക്കുകയാണ്. കായിക താരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ജേഴ്സി ഇങ്ങനെ ഇതിനേക്കാൾ വലിയ ഇതിൽ ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട്. ഈ ഒരു ടൺ എത്ര നേരം കൊണ്ടാണെന്നുള്ളത് ടൈമിങ്. ഒരു ടൺ എത്ര ദിവസം, ഒരു ദിവസമാണ് ഒരു ടൺ, ഒരു മണിക്കൂറാണ്. ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. ആള് പറഞ്ഞ് ഒരു ടണ്ണിൻ്റെ ആണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. 4 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക് ഇവനോ 4 വർഷം കൊണ്ട് നിങ്ങൾ മുടക്കിയ മുതല് തിരിച്ചു കിട്ടും. ബ്രേക്ക് ഈവൻ ബ്രേക്ക് ഈവനോ ഇത് ഷട്ട് ഔട്ട് ചെയ്യില്ല. 24 hours വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 350 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ് നടക്കുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ഇരുമ്പാണല്ലോ ഈ സാധനം. ആ സാധനത്തിന് ആ ടെമ്പറേച്ചറിൽ നിലനിർത്തണം നമുക്ക്.
രണ്ട് ഷിഫ്റ്റ് പറ്റുമോ? കുർഗിസ്ഥാനിലൊക്കെ നിങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ആളായിട്ട് ഒന്നുമില്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ട് ചെയ്തില്ല? ഒരു പ്രൊജക്റ്റാണത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗവേഷണം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ മാത്രമല്ല, അക്കാദമിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും പലതരത്തിലുള്ള കമ്പനികളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിന്റെ സർട്ടിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത്? ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? ഏത് യൂണിവേഴ്സിറ്റി എവിടെന്നെങ്കിലും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കുട്ടികളെ ഇത് ചെയ്യാൻ വേണ്ടി. അതല്ല, നിങ്ങൾ ഉണ്ടാക്കിയ സാധനത്തിന് പേറ്റന്റ് കിട്ടുമല്ലോ എവിടെന്നെങ്കിലും, അത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി ഒരു അതോറിറ്റി ഇല്ല നിലവിൽ. അതോറിറ്റി ഇല്ലാതെ സർക്കാർ സ്ഥാപനത്തിനൊക്കെ എടുക്കാൻ പറ്റുമോ? അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് വിചാരിക്കുക. ആ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഇതിനുള്ള ഇതുണ്ട്, ചെയ്യാനുള്ള ഇതുണ്ട്. അതായത് ഓരോ പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ പരിധിയിലാണ് നമ്മൾ വരുന്നത്. അത് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആണത്. എനിക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ഒരു 3 വർഷങ്ങളിലായിരുന്നു. സർട്ടിഫിക്കറ്റ് പ്രൊജക്റ്റോ? ഇല്ല. ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. ഇത് എന്തുകൊണ്ട് മറ്റുള്ള സ്ഥലത്ത് ആവുന്നില്ല എന്നുള്ളത്, അത് ഇതിപ്പോൾ റിസീവ് ചെയ്യാനായിട്ട് നിങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു, ഞാനിവിടെ പ്രസന്റ് ചെയ്തു. ആ രീതിക്ക് അങ്ങോട്ട് എന്താണ് പൊളിറ്റീഷ്യന്മാരെ എത്തണ്ടേ? അല്ല ആണ് അതിന്റെ വിഷയം. സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്താണ് ഗവൺമെന്റ് തലം ധൈര്യം ഇന്ത്യയിലാർക്കും ഉണ്ടാവണ്ടേ? നമ്മളെ വെച്ചാള് അവർ പ്രസന്റ് ചെയ്യണോ? അവർ കായകൾ ഉണ്ടാക്കുന്ന പുറത്തൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇത് ചെയ്യാൻ വേണ്ടി അതിന്റെ അറ്റം വരെ എത്തി. ആ സമയത്ത് ഇതിന്റെ വാസുകി മാഡം വരുന്ന അതിന് DPC അംഗീകാരം എല്ലാം കിട്ടി. പക്ഷെ അവർക്ക് ആ സമയത്ത് ഈ ടെക്നോളജി പോപ്പുലർ ആയിട്ടില്ല. അപ്പൊ അത് കാരണം അവർക്ക് ഒരു ഡൗട്ട് വന്നു. ഇപ്പൊ പോപ്പുലർ ആയിട്ടുണ്ട്, ആയി വരുന്നുണ്ട്. അതിനുള്ള നെക്സ്റ്റ് ഇന്നത്തെ താല്പര്യം എടുക്കാത്തതിന്റെ വേറെ വലിയ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനത് തുറന്നു പറയുന്നു, മദ്യം, പെട്രോള് പോലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അത്ര ചെറിയ ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമോ ഒക്കെ ചെയ്യുമ്പോൾ അവരത് എന്താ പറയുക, മനസ്സിലായില്ലേ, അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കാം ചാൻസ്. എന്ന് വെച്ചാൽ നമുക്ക് നിയമപരമായിട്ട് എല്ലാ സപ്പോർട്ടും ഉണ്ട്, പക്ഷെ അവർ ഇൻട്രസ്റ്റ് എടുക്കണമെന്നില്ല. പദ്ധതി കേരളം ചർച്ച ചെയ്യപ്പെട്ടാൽ എല്ലാ ആളെ പങ്കുവയ്ക്കും. വില കുറച്ച് കൊടുക്കാൻ പറ്റും. പൈറോളജിസ്റ്റ് ലൈസൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കൊടുക്കാം. നമുക്ക് കോർപ്പറേഷൻ എത്ര വാഹനങ്ങളുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോൾ കൊണ്ട് കോർപ്പറേഷൻ്റെ മുഴുവൻ പെട്രോൾ വണ്ടികളും നമുക്ക് ഓടിക്കാൻ കഴിയും. അപ്പോൾ ആ പെട്രോളിൻ്റെ കാശ് അതിലാണ് ഇവർ കുറേ പൈസ ഇതാക്കുന്നത്. ഇത് കോർപ്പറേഷൻ്റെ അസറ്റാണ്. കോർപ്പറേഷനാണ് ഇതിന്റെ ലാഭം കിട്ടുന്നത്. കോർപ്പറേഷന്റെ സ്ഥാപനമല്ലേ, നിങ്ങൾ മുമ്പ് ഞങ്ങള്
ഇപ്പോൾ കർണാടക ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മഹാരാഷ്ട്ര ചെയ്തിട്ടുണ്ട്. അവിടെ പോയി കണ്ടു, പ്രവർത്തിയുടെ പ്ലാന്റ് കണ്ടു. ഓക്കെ, നമ്മളത് വിസിബിളായി പ്രശ്നമായതാണ്. ഇത് നിങ്ങൾ ആദ്യത്തെയാണ്. വേറെ എവിടെയും മുമ്പ് നമുക്കൊരു കാണിച്ചു തരാൻ വേറെ സംഭവങ്ങളില്ല. സ്വാഭാവികം നമ്മളതിനെ വിശ്വസിച്ചറിയുമ്പോൾ വിശ്വാസത്തിൽ മാത്രം നമ്മുടെ വീട്ടിലെ കാര്യമില്ല. ഒരു പൊതു മുതലെടുത്ത് ഉപയോഗിക്കണം, പൊതു ഫണ്ടെടുത്ത് ഉപയോഗിക്കണം. സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്ലാനിന്റെ വീഡിയോ ഉണ്ടോ? പ്രോട്ടോടൈപ്പ് ആദ്യം ജീവനോടെ തിരിച്ചുകൊണ്ടുവരാൻ അതൊന്ന് കാണാൻ ചെറിയൊരു പ്രോട്ടോടൈപ്പ് 10 കിലോത്തിന്റെ 10 കിലോന്റെ ചെറിയൊരു പ്ലാന്റിന് കാണിച്ചതാണ്. 10 കിലോ ക്രോസ് ചെയ്യുന്നു. അതിൽ ഒരു മാസത്തിനുള്ളിൽ കാണിച്ചു തരാണ്. അവിടെ സയൻസ് പാർക്കിൽ തന്നെ അവിടെ തന്നെ നമുക്ക് പോയി കാണാം. അവിടെ പോകേണ്ടി വരും, കാരണം അത് 10 കിലോ ആണെന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അതിനൊരു അത്രയും സംവിധാനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് അത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഈ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ എക്സ്പെരിമെന്റ് ആയിട്ട് ഞങ്ങൾ ലാബിൽ ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പ്ലാന്റ് ആയിട്ടുള്ളവർക്ക് ഞങ്ങൾ സ്ഥാപനത്തിലുള്ള ബുദ്ധിസ്ഥാനില്ല. അവിടെ വർക്ക് ചെയ്യാം. അവിടെ നല്ല ഫീഡ്ബാക്കാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ സാറിനോട് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യം. അതായത് ഈ ബുദ്ധിസ്ഥാനില് ഞാൻ പോയി ആ വർക്ക് ചെയ്തില്ല. പെട്ടെന്ന് ആ വർക്ക് തീർത്ത് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഒരു കൾച്ചറല്ല അവരുടെ കൾച്ചർ. അവർ പരമാവധി എന്താ പറയാ, ഫോട്ടോ എടുക്കാനും പിടിക്കാനൊക്കെ അവർ അനുവദിച്ചിരുന്നില്ല. കാരണം അവരുടെ ഒരു പിന്നെ എൻ്റെ കുറച്ചുണ്ടായിരുന്നു ഫോട്ടോ. അതാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ കോർപ്പറേഷൻ ആണെങ്കിലും എഡ്യൂക്കേഷൻ അപ്പോൾ നിങ്ങളൊരു സയൻസ് വർക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റുമ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദ പ്രോജക്ട് എന്ന് കാണിക്കാൻ പറ്റും. അത് അവരുടെ അപ്പം ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, അത് ആ ബുദ്ധിസ്ഥാനിൽ ഉണ്ടാക്കി അതിനേക്കാളും ബെറ്ററുള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അതിന്റെ മെയിൻ്റനൻസ്, അവിടെ എന്തെങ്കിലും സർവീസസ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും അതിന്റെ ഒരു ഹയർ ലെവലിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ സ്വാഭാവികമായിട്ടും? അല്ല, ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. അതിനൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല. അവിടെ അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് അതിലൊരു നെഗറ്റീവായിട്ട് എന്താണ് അതിനുള്ള പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ആ പോരായ്മയൊക്കെ നമ്മൾ മാറ്റി. അത് ഫസ്റ്റ് 2 സ്റ്റേജായിട്ടാണ് നമ്മൾ ചെയ്തത്. 2 സ്റ്റേജ്. ആദ്യം ഓയിൽ ഉണ്ടാക്കുന്നു, വീണ്ടും അതിനെ പെട്രോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ഒറ്റ വിഷയത്തിൽ ഒറ്റ പ്രോസസ്സിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാധനം കിട്ടുന്നത്. ഈ നമ്മുടെ ഏതാ ടോട്ടൽ പ്ലാന്റേഷന് 20 സെന്റിൽ എന്ന് പറയുമ്പോൾ പ്ലാന്റ് മാത്രം ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റ് ഏരിയ. പ്ലാന്റ് ഉൾഭാഷം. പിന്നെ അതിന്റെ വേറെ അനുബന്ധ സാധനങ്ങൾ സൈഡിലേക്ക് മൈൽഡ് സ്റ്റീൽ, MS. പിടിപ്പില്ല, വാട്ടറായിട്ട് കണക്ഷൻ ഒന്നുമില്ല. അതൊരു 10-20 വർഷം കഴിയുമ്പോൾ അതിന് ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. 10-20 വർഷം ആ സമയത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അതിന് കുഴപ്പമില്ല. പക്ഷെ അതിനനുസരിച്ച് അതായത് ചില കാര്യങ്ങൾക്ക് നമ്മളൊന്ന് ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഇനി ഈ പറഞ്ഞ 350 ഡിഗ്രി ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡബിളാക്കിയിരിക്കും. ഇത് ഡബിളാക്കുമ്പോൾ ഇതിൽ വരുന്ന ആ അത്രയും ചൂട് ഉണ്ടാക്കാനായിട്ട് ഒരു ദിവസം ചൂട് മാത്രം കൊടുത്തോണ്ട് തുടങ്ങേണ്ടി വരും. അതായത് പ്ലാന്റ് വർക്ക് ചെയ്യുന്ന ഒരു ദിവസം മുമ്പ് തന്നെ ചൂടാക്കേണ്ടതായിട്ടൊക്കെ വരും. അത്രയും എഫർട്ട് നമ്മൾ കൂടുതലെടുക്കും. ആ കൊണ്ട് വട്ടണിന്റെ വേറെ ചെയ്യുന്നതായിട്ട്
നോക്കട്ടെ. ഇങ്ങനെ പുറത്തേക്ക് വരില്ല. നമ്മുടെ അടുത്ത് ഇത് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാനെന്തിനാണ് ഈ സാധനം പറയാൻ പറഞ്ഞത്? കംപ്ലീറ്റ് പാലിച്ചുകൊണ്ടുള്ള വിഷയം PCBയുടെ അപ്രൂവലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഏതാ? PCBയുടെ അല്ല, പൊല്യൂഷൻ കൺട്രോൾ തരും, നമുക്ക് അപ്രൂവ് തരും. ഞാൻ അവരെ സമീപിച്ചിട്ടുള്ളതാണ്. അവർക്ക് ഇത്രേ ഉള്ള കാര്യം. അവര് ഇത് ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ആയതിന്റെ പേരിൽ ഇത്ര ഡിസ്റ്റൻസിൽ ഇത് ഉണ്ടാവാൻ പാടുള്ളൂ. ഫയറിന്റെ അവരുടെ ജനറൽ നോട്ടീസാണ്. ടെസ്സോന്റെ സർട്ടിഫിക്കേഷൻ ആണ് അതിന്. ഏതാ ടെസ്സോ മറ്റേ എന്താ പറയുക ഹസാർഡസ് മെറ്റീരിയൽ ഇല്ല. ഹസാർഡ് മെറ്റീരിയൽ അല്ല. നമുക്ക് ഫയറും അല്ല, അത് അല്ല, ഇവിടുന്ന് ആരെ പൈറോളിസിന് ലൈസൻസ് സാറേ? ഇവിടുന്ന് ആരെ പൈറോളിസിന് ലൈസൻസ് കൊടുക്കാൻ? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേ ആരാണ് പൈറോളിസിന് ലൈസൻസ് കൊടുക്കുന്നത്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഇതുണ്ടെങ്കിൽ കൊടുക്കണം. ഇതിന്റെ മുമ്പ് നമുക്കൊരു ആള് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് 30% ചോദിച്ചു. ഇപ്പൊ എന്താ വ്യത്യാസം വരാൻ കാരണം? അത് മറ്റേ പെട്രോൾ ഡീസൽ പ്ലാസ്റ്റിക്കിലോ ഡീസലാവും. നിങ്ങൾ പറഞ്ഞ പ്ലാസ്റ്റിക്കിലോ പെട്രോളാണ്. അപ്പൊ അവർ 30% പെട്രോളാണ് ചോദിച്ചത്. അപ്പൊ ഇത് രണ്ടും ഏകദേശം സെയിം ആവില്ല. അത് ഒന്ന് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്ധനം നമുക്ക് കിട്ടുന്ന ഈ ഇന്ധനത്തില് 60% ഒക്ടെയിൻ നമ്പറുള്ള മോളിക്കൂളാണ്. അതായത് 60% പെട്രോളാണ് അതിൻ്റെ അകത്ത്. പിന്നെ അതിന്റെ ഡീസൽ എന്ന് പറയാൻ പറ്റില്ല. ഡീസലിന്റെ മോളിക്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റൈൻ ആണ്. അപ്പൊ ഒന്ന് അദ്ദേഹത്തിന് ഈ ഡീസലിന്റെ സ്ട്രക്ചർ എന്താ, പെട്രോളിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയില്ല. അപ്പൊ അതിനൊരു കാര്യമുണ്ട്. പിന്നെ ഇത്ര സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏക്കർ പറഞ്ഞല്ലോ. ആ സ്ഥലത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇതിന് റെഡ് കാറ്റഗറിയിലാണ് വരുന്നതെന്നും ഇതിന് ഇത്രയും ഡിസ്റ്റൻസ് വേണമെന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. വേറെ വല്ല ടെക്നോളജി ആയിരിക്കുമല്ലോ. അടുത്ത റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ട് നോക്കിയിട്ട് പറയാം. ഈ സ്ഥലം ഈ ഒരു ഏക്കർ വേണമെന്ന് അതെ, അത്ര വേണ്ട.